നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വിത്തിയ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യമായിട്ട് 4 പച്ചമുളകും 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം 2ാം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇതും കൂടി വെച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ച മുട്ട കൂടി ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇനി 1ാം തേങ്ങാപ്പാലും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മപ്പസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.